ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് 27 ഇന്ന് പത്തിരിയും കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇതാക്കണ അമ്മയ്ക്ക് പൊടി കുഴച്ചരാണ്. ഇതാക്കണ കറി വെക്കുന്നുണ്ട്. ഇതാക്കണ അമ്മ പൊടിയൊക്കെ കുഴച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി അത് പരത്തിച്ചിടണം. ആ സമയത്ത് നമ്മൾ ഇതാക്കണ ഉമ്മ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിയാണ്. നമ്മൾ ആ പുതിയൊരു ഷോപ്പർ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിലാണ് ഉള്ളി അരിയുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഇതാക്കണ കുഴച്ച് വെച്ച ഇതാക്കണ പൊടിയൊക്കെ ഞാൻ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പരത്തി കണ്ട് ചുടണം. ആ പരത്തിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അത് ഓരോന്നാക്കിയിട്ട് ചുട്ടെടുക്കുകയാണ്. ആ സമയത്താക്കണ അമ്മ സമൂസക്കുള്ള മസാല റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കണ എല്ലാ പത്തിരിയും ചുടുകയാണ്. അങ്ങനെ പത്തിരി ചുട്ടിട്ട് വേണം നമുക്ക് സമൂസ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാക്കണ സമൂസ നമുക്ക് സമൂസ മേക്കറിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാക്കണമൊക്കെ പരത്തി സെറ്റാക്കിങ്ങാണ്ട് ഇതാക്കണം. അതിൽ മസാല നിറയ്ക്കുകയാണ്. പിന്നെ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ മോന് സുഖമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഇതാക്കണേ. പെട്ടെന്ന് എടുത്ത് അത് ചെറിയൊരു കട്ടിങ്സ് പോലെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ആക്കണമൊക്കെ സെറ്റാക്കി നമ്മൾ ഇതാക്കണം നോമ്പ് തുറക്കാൻ പോവുകയാണ്. അങ്ങനെ റാഹത്തായിട്ട് ഇതാക്കണ നോമ്പ് 27 തുറന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതാക്കണ നമ്മൾ സമൂസയും അതേപോലെ പഴം നിറച്ചതും പിന്നെ വത്തക്ക. നമ്മളിവിടെ വത്തക്ക എന്നാണ് പറയുക. ചിലയിടത്ത് തണ്ണിമത്തൻ പറയും. നമ്മൾ വത്തക്ക എന്ന് പറയും. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഓരോന്നെടുത്തിട്ട് കഴിക്കുകയാണ്. സമൂസയാണ് ഫേവറേറ്റ്. നോമ്പായത് കൊണ്ട് സമൂസ അല്ലാത്തൊരു നോമ്പില്ല. പിന്നെ ഇതാക്കണ പഴം നിറച്ച് ഞങ്ങൾ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളാക്കണ മോന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോവാണ്. അവൻ ആ പോപ്പീസിൻ്റെ ആ ലൈറ്റ് കണ്ടിട്ട് അത് നോക്കി നിൽക്കുകയാണ്. അതങ്ങനെ നോക്കി പിന്നെ അവന് ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ ക്യാപ്പ് നോക്കാൻ വേണ്ടിയിട്ട് നിന്ന് അവന് ക്യാപ്പ് കുറേ നോക്കിയിട്ട് അവൻ്റെ സൈസിനനുസരിച്ച് ക്യാപ്പ് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളുടെ ലല്ലുബായിൽ പോയി അവിടെ നിന്ന് കുറേ ടോയ്സൊക്കെ കണ്ട് അങ്ങനെ അവന് കുറച്ച് ടോയ്സൊക്കെ വാങ്ങി. കുറച്ച് ബോൾസും അങ്ങനെ ചെറിയ ചെറിയ ടോയ്സൊക്കെ വാങ്ങി. പിന്നെ അവന് ഷൂ നോക്കാണ്ടായിരുന്നു. അങ്ങനെ ഷൂ ഒക്കെ നോക്കി ഇതാക്കണ ആ ടോയ്സ് കണ്ടിട്ടൊക്കെ വാങ്ങാൻ തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോന് സുഖമില്ലാത്തതും കൊണ്ട് പോകാൻ കഴിയാത്തതും കൊണ്ട് അങ്ങനെ ഇതാക്കണ ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. ഇത് ഞങ്ങൾ ഓമശ്ശേരിയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഡ്രസ്സൊക്കെ. അങ്ങനെ അതാക്കണം. അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഇതാക്കണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാക്കണ വീട്ടിലേക്ക് പോവാണ്. കൊടുവള്ളിയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ വീട്ടിലൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഈ ദിവസം ഇങ്ങനെ കഴിഞ്ഞ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.